2024 നടക്കാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശ്ശൂർ പാർലമെൻറ്റ് മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. ഇത്തവണ പരിപൂർണമായ ആത്മവിശ്വാസത്തിലാണ് LDF അവിടെ മത്സരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തൃശ്ശൂർ മണ്ഡലം UDF-ൽ നിന്നും തിരിച്ചു പിടിച്ച് വൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതിന് കാരണം കഴിഞ്ഞ തവണ കേരളത്തിലെ 19 സീറ്റുകളിൽ UDF ജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് കേരളത്തിലെ ജനങ്ങൾക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോട് വിരോധം ഉണ്ടായതുകൊണ്ടല്ല, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണിയെ പരാജയപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തതല്ല. ഈ ഇന്ത്യൻ പാർലമെൻറ്റിൽ കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് വരണം. രാഹുൽ ഗാന്ധി പ്രത്യേകിച്ച് കേരളത്തിൽ മത്സരിക്കാൻ വന്ന സന്ദർഭത്തിൽ അവർക്കുണ്ടായിരുന്ന ധാരണ കോൺഗ്രസ് ഒറ്റക്കക്ഷിയായിട്ട് വരണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ നിന്ന് മാക്സിമം കോൺഗ്രസ് MP-മാർ ജയിച്ചു പോകണം എന്നുള്ള ഒരു വിചാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് കേരളത്തിലെ മിക്കവാറും എല്ലാ മണ്ഡലങ്ങളിലും UDF വിജയിക്കുന്ന സാഹചര്യം ഉണ്ടായി. അതൊരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എതിരായിരുന്നില്ല എന്ന് തെളിയിക്കപ്പെട്ടത് 2021 നടന്നിട്ടുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേരെ മറിച്ചുള്ള ബലമുണ്ടായി. അസംബ്ലി തെരഞ്ഞെടുപ്പ് മാത്രമല്ല, പഞ്ചായത്ത് ഇലക്ഷനിലും LDF-ന് വൻ ഭൂരിപക്ഷം നേടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ തൃശ്ശൂർ മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടായത്. എന്നാൽ അതിന് തൊട്ടു മുമ്പ് നടന്ന 19 ഇലക്ഷനിൽ UDF ജയിച്ചതിനേക്കാളും വൻ ഭൂരിപക്ഷത്തോടു കൂടിയിട്ടാണ് ഓരോ മണ്ഡലത്തിലും LDF-ൻ്റെ സ്ഥാനാർത്ഥികൾ അവിടെ വിജയിച്ചത്. മാത്രമല്ല, അവിടുത്തെ എല്ലാ പഞ്ചായത്തുകളുടെയും ഒരു 90% പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാരായിരിക്കുന്നത് LDF-ൻ്റെ പ്രതിനിധികളാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായിരിക്കുന്ന എല്ലാം LDF-ൻ്റെ പ്രതിനിധികളാണ്. ജില്ലാ പഞ്ചായത്ത് LDF-ൻ്റെ കയ്യിലാണ്. അതുപോലെ മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ വരുമ്പോൾ ഒരു മുനിസിപ്പാലിറ്റി ഒഴികെ എല്ലാ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ഇടതുപക്ഷ മുന്നണിയുടെ കോർപ്പറേഷനാണ്. അപ്പോൾ 2019 സാഹചര്യത്തിൽ നിന്നും വളരെയേറെ മാറ്റം നമ്മുടെ രാജ്യത്ത് സംഭവിച്ചിരിക്കുന്നു. മാത്രവുമല്ല, 2024 വരുമ്പോഴേക്കും നമ്മുടെ രാജ്യം ഒരു വളരെ നിർണായകമായ അപകടസ്ഥിതിയിലേക്ക് ഇന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ രാജ്യത്ത് നിലനിൽക്കുന്ന BJP-യും അല്ലെങ്കിൽ കോർപ്പറേറ്റുകളും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന അലയൻസാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത്. അവർ നമ്മുടെ രാജ്യത്തെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ പോകുന്നു എന്നൊരു ആശങ്ക ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്കിടയിലും മതേതര വിശ്വാസികൾക്കിടയിലും വളരെ ശക്തമായി ഉയർന്നു വന്നിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ തവണ ഒറ്റക്കക്ഷിയായി കോൺഗ്രസിനെ മാറ്റണമെന്ന് ആഗ്രഹിച്ച അതേ ജനങ്ങൾ തന്നെ എൻ്റെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇത്തവണ ജനങ്ങൾ ചിന്തിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം നിലനിൽക്കണമോ മതേതരത്വം നിലനിൽക്കണമോ ഇന്ത്യ ഒരു മതരാഷ്ട്രമായി മാറണമോ എന്ന ചോദ്യത്തിന് ശക്തമായ നിലയിൽ മറുപടി പറയാനും അതിനെ നേരിടാനും കെൽപ്പുള്ള രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്നത് ഇന്ത്യയിൽ ഇടതുപക്ഷം മാത്രമാണ്. ആ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തി കേന്ദ്രമായിരിക്കുന്ന കേരളത്തിൽ നിന്നുമായിരിക്കണം ഏറ്റവും അധികം MP-മാരെ ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കേണ്ടത് എന്നുള്ള ചിന്തയാണ് കേരളത്തിലെ മതേതര വിശ്വാസികൾക്കിടയിൽ ഉണ്ടാവുക എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതിനനുസൃതമായി അവരെ വിശ്വാസം എടുക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള നിലപാടുകൾ LDF എക്കാലത്ത് എടുത്തിട്ടുണ്ട്. ഇവിടെ വേണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നരേന്ദ്രമോദി RSS ഉയർത്തുന്ന വെല്ലുവിളിയെ യാതൊരു ചാഞ്ചല്യവും കൂടാതെ അതിനെ പ്രത്യയശാസ്ത്രപരമായി തന്നെ നേരിടാൻ ആർക്കാണ് കഴിയുക? അത് LDF-ന് മാത്രമേ കഴിയുള്ളൂ. അങ്ങനെ കഴിയുന്നൊരു മുന്നണി എന്ന നിലയിലാണ് ഇന്ത്യയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ LDF-നെ കാണുന്നത്. അതുകൊണ്ട് ഇത്തവണ കേരളത്തിലെ മിക്കവാറും എല്ലാ സീറ്റുകളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ വിജയിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിന്റെ വാക്കുകളാണ് നിങ്ങളിപ്പോൾ കേട്ടത്. വലിയ വിജയപ്രതീക്ഷയിലാണ് സുനിൽകുമാർ ഉള്ളത്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഫലം ഇത്തവണ ആവർത്തിക്കില്ല എന്നും 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന നിയമസഭാ മണ്ഡലങ്ങളിൽ വൻ വിജയം കൊയ്തത് LDF ആണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് സുനിൽകുമാർ. എന്തായാലും സുരേഷ് ഗോപിക്കും സിറ്റിംഗ് MP TN പ്രതാപനും വലിയ വെല്ലുവിളിയാണ് സുനിൽകുമാർ ഉയർത്തുന്നത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. സുനിൽകുമാർ ഒരു മികച്ച മത്സരം കാഴ്ചവെക്കുമെന്നതിനുപരി സുനിൽകുമാറിന്റെ ഭൂരിപക്ഷം എത്രയായിരിക്കും ഇത്തവണ എന്നത് മാത്രമാണ് ഇപ്പോൾ ഉയരുന്ന ഏക ചോദ്യം.